പണ്ടൊരിക്കൽ വിശന്നലഞ്ഞു നടന്ന ഒരു ചെന്നായ ഒരു വീടിൻ്റെ അടുത്തുകൂടി പോവുകയായിരുന്നു. രാത്രി വളരെ ഇരുട്ടിയിരുന്നു. പക്ഷെ വീട്ടിലെ വിളക്ക് അണഞ്ഞിരുന്നില്ല. ഒരു കുട്ടിയുടെ തുടർച്ചയായ കരച്ചിലും അമ്മയുടെ ശകാര വാക്കുകളും ചെന്നായ കേട്ടു. ചെന്നായ ജനാലയുടെ അരികിൽ ചെന്ന് മുറിയിലേക്ക് എത്തി നോക്കി. കുട്ടി, നീ നിന്റെ കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ ചെന്നായക്ക് എറിഞ്ഞു കൊടുക്കും, തീർച്ച. സഹികെട്ട അമ്മയുടെ ഭീഷണി വാക്കുകൾ ചെന്നായയ്ക്ക് തേൻമൊഴി പോലെ തോന്നി. ഹോ, ഇനി എങ്ങോട്ടും പോകണ്ട, കുട്ടിയെ എറിഞ്ഞു തരാതിരിക്കില്ല. ചെന്നായ കുട്ടിക്ക് വേണ്ടി ആർത്തിയോടെ കാത്തിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കരച്ചിൽ നിന്നു. അത് കൂർക്കം വലിച്ചുറങ്ങി. എങ്കിലും ചെന്നായ്ക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നില്ല. കുട്ടി ഉറക്കം തെളിഞ്ഞ് കരയാതിരിക്കില്ല. സഹികെട്ട അമ്മ അവസാനം കുട്ടിയെ ജനാല വഴി തീർച്ചയായും എറിഞ്ഞു തരും. പക്ഷേ പ്രതീക്ഷിച്ചതൊന്നും സംഭവിച്ചില്ല. കാത്തിരുന്ന് നേരം പുലരാറായി. ഇനി കാത്തിരിക്കാൻ വയ്യ, വല്ലാതെ വിശക്കുന്നുമുണ്ട്. ചെന്നായ ജനാലയുടെ അടുത്തെത്തി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ ആർത്തിയോടെ നോക്കി. കുട്ടിയുടെ അമ്മ അത് കണ്ടു. അവർ അപ്പോൾ തന്നെ പട്ടികളെ അഴിച്ചുവിട്ടു. ചെന്നായ്ക്ക് പറ്റിയ ദുർഗതി പറയാനുണ്ടോ? അവൻ ജീവനും കൊണ്ടോടി. പട്ടികൾ പിന്നാലെയും ഓടി. അവസാനം ഒരു വിധത്തിൽ അവൻ കാട്ടിലെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. സ്വന്തക്കാർ കലഹിക്കുമ്പോൾ അതിൽ നിന്നും മുതലെടുക്കാമെന്ന് വിചാരിക്കുന്നവർ പലപ്പോഴും നിരാശപ്പെടേണ്ടി വരും.